മമ്മൂട്ടിയും മോഹൻലാലും മുകേഷും മുരളിയും ഒക്കെ ബോക്സ് ഓഫീസിൽ പോരാടിയ ഒരു ഓണം സീസൺ, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1992 ഓണം സീസൺ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു ഓണം സീസണാണ്. കാരണം അതിലെ പല സിനിമകളും അന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ വർക്കാവാത്ത സിനിമകളുണ്ട്. പക്ഷെ ആ സിനിമകളൊക്കെ പിന്നീട് എന്താ പറയുക, ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയ സിനിമകളാവുക, ഇന്ന് നമ്മൾ റിപ്പീറ്റായിട്ട് കാണുന്ന പല സീൻസ്, പല പാട്ടുകൾ ഒക്കെ ഉള്ള കുറേ സിനിമകളൊക്കെയാണ്. അതിൽ ആദ്യം അന്ന് ഓണത്തിന് തിയേറ്ററിൽ എത്തിയ ഒരു സിനിമ, ഒരു ഓഗസ്റ്റ് അവസാനത്തോടു കൂടി തിയേറ്ററിൽ എത്തിയത്, അന്നത്തെ ഒരു ഹിറ്റ് കോംബോ ടി എസ് സുരേഷ് ബാബു, ഡെന്നീസ് ജോസഫ്. ടി എസ് സുരേഷ് ബാബു, ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വരുന്നത് കോട്ടയം കുഞ്ഞച്ചൻ തന്നെയാണ്. അതിന്റെ നായകൻ മമ്മൂട്ടിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് കോട്ടയം കുഞ്ഞച്ചനും ആ ഒരു സിനിമയൊക്കെ. മമ്മൂട്ടി ഒരു ബെസ്റ്റ് 10 കഥാപാത്രം എടുത്തു പറഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു ഒന്ന് കോട്ടയം കുഞ്ഞച്ചനെ. കാരണം അത് മമ്മൂട്ടിക്ക് അല്ലാതെ വേറൊരാൾക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ. ആ കോംബോന്റെ സിനിമയാണ് കിഴക്കൻ പത്രോസ്. ശരിക്കും കിഴക്കൻ പത്രോസ് എന്ന് പറയുന്ന ഒരു സിനിമ, അന്ന് ആ ഒരു സിനിമയ്ക്ക് പകരം അവർ ആദ്യം പ്ലാൻ ചെയ്തത് അരയൻ പത്രോസ്, അത് കോട്ടയം കുഞ്ഞച്ചൻ കഴിഞ്ഞിട്ട് ഒരു മുക്കുവൻ കഥാപാത്രമായിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്നു. പക്ഷെ ആ സമയത്താണ് ഈ അമരന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും നടക്കണം. അപ്പോൾ എനിക്കൂടെ അമരം പെട്ടെന്ന് തുടങ്ങി. അപ്പോൾ ഇന്ന് ഇനി അതുപോലത്തെ ഒരു സിനിമ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു പശ്ചാത്തലത്തിൽ മമ്മൂട്ടിനെ വേറെ തരത്തില്ല. എനിക്കൂടെ അതിലൊരു മുതലാളിയൊക്കെ ആയിട്ടാണ് ഒരു മത്സ്യ കുടുംബം, ആ ഒരു തന്നെയാണ് പശ്ചാത്തലമൊക്കെ. അതിലൊരു ഒരു പത്രോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറൊക്കെ ആയിട്ടാണ് അതിൽ കുറേ മുമ്പ് കണ്ടിട്ടുള്ള സിനിമയാണ്. എന്തായാലും അതിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്, രസമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. നല്ല ടൈറ്റിൽ സോങ് ഒക്കെ നല്ല രസമാണ്. ആ സിനിമ ഓപ്പണിങ് തന്നെ നല്ല ഓർമ്മയുണ്ട്. ആ ഒരു ഭാഗമൊക്കെ, ആ ഒരു സിനിമ അന്ന് ഓണത്തിന് ആദ്യം തിയേറ്ററിലെത്തി. പിന്നെ മമ്മൂട്ടിയുടെ തന്നെ മറ്റൊരു സിനിമ, അത് ഈ പറഞ്ഞ സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്കോടുകൂടി തിയേറ്ററിലെത്തിയതാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഫാസിൽ എന്ന് പറഞ്ഞ ഹിറ്റ് ഡയറക്ടർ മമ്മൂട്ടീനെ വെച്ച് ചെയ്യുന്നു. ഫാസിൽ മമ്മൂട്ടി വെച്ച് അതിന് മുമ്പും ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഗംഭീര ക്ലാസ് സിനിമകൾ കൊടുത്തിട്ടുണ്ട്, മണിമത്തൂര്, ആയിരം ശിവരാത്രി കൊടുത്ത സിനിമകളൊക്കെ. പപ്പയുടെ സ്വന്തം അപ്പൂസിൽ ശരിക്കും മമ്മൂട്ടിയാണോ നായകനെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആ ഒരു കുട്ടി ഒരു ബാലതാരമാണ്. മാസ്റ്റർ ബാദുഷ, കൊച്ചിൻ ഹനീഫയുടെ പെങ്ങളുടെ മകനാണ്. അതിൽ ഫഹദ് ഫാസിൽ ചെറിയൊരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ സൗബിനുണ്ട് അതിലൊരു ചെറിയൊരു സീനിൻ്റെ ഒക്കെ. അങ്ങനെ സൗബിൻ്റെ അച്ഛൻ ബാബു ഷാഹിർ ഫാസിലിൻ്റെ എല്ലാ സിനിമകളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ്. പപ്പയുടെ സ്വന്തം പൂസ്, ഇളയരാജയുടെ മ്യൂസിക്, ഒരു ഗംഭീര സിനിമ തന്നെയാണ്. അതിൽ അന്ന് മമ്മൂട്ടി മുരളി കോംബോ ഭയങ്കര ഒരു വല്ലാത്തൊരു കോംബോയാണ്. അന്ന് മുരളിയുടെ ഡേറ്റ് കിട്ടാതെ വന്നിട്ട് എനിക്ക് മുരളി ഷൂട്ടിൽ ഒരു സീനെന്തോ അഭിനയിച്ച് പോയി തോന്നുന്നു. എന്തായാലും ആ റോള് പിന്നീട് സുരേഷ് ഗോപിയാണ് ചെയ്തത്. സുരേഷ് ഗോപി അന്ന് നായകനായിട്ട് അങ്ങനെ കയറി വരുന്നൊരു സമയമാണ്. ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളൊക്കെ തിളങ്ങുന്ന ഒരു സമയമാണത്. അങ്ങനെ പപ്പയുടെ സ്വന്തം പൂസും ആ തിയേറ്ററിലെത്തി. അങ്ങനെ മമ്മൂട്ടിയുടെ 2 സിനിമകൾ നമ്മൾ പറഞ്ഞു. പിന്നെ മോഹൻലാലിന്റെ 2 സിനിമ. അതിലൊരു സിനിമ പ്രിയദർശൻ, ടി ദാമോദരൻ, മോഹൻലാൽ കൂട്ടിയിട്ട് അദ്വൈതം. അതിൽ 1988 എന്ന് പറയുന്ന ഒരു ഓണം സീസണിൽ ഹിറ്റായ ഒരു സിനിമയാണ് ആര്യൻ. ഏകദേശം അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ടി ദാമോദരൻ പ്രിയദർശൻ ഒന്നിക്കുന്നത്. കാരണം പ്രിയദർശന്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതലും ഹ്യൂമർ അല്ലെങ്കിൽ ഒരു ലൈറ്റ്, കുറച്ച് ഫാമിലി ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്ന് മാറി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെവി കഥ വരുന്നുണ്ടെങ്കിൽ അതൊരു ടി ദാമോദരൻ തന്നെയായിരിക്കും. പ്രിയദർശൻ സിനിമയുടെ എടുത്ത് പോകുക, ആര്യൻ ആയിക്കോട്ടെ, അദ്വൈത ആയിക്കോട്ടെ, കാലാപനി ആയിക്കോട്ടെ. പിന്നെ കിളിച്ചുണ്ടമാമ്പഴം കുറച്ച് അത്രയ്ക്ക് ഹെവി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുറെ കഥയ്ക്കുള്ളിൽ കുറെ കഥകൾ, അങ്ങനത്തെ കുറെ ഡെപ്തുള്ള സീൻസ്, ഇതൊക്കെ കൂടുതൽ ടി ദാമോദരൻ്റെ ഒരു സാധനമാണ്. കൂടുതൽ പൊളിറ്റിക്സ്, സാമൂഹ്യ പ്രതിബദ്ധത, ജാതി, മതം, രാഷ്ട്രീയം എല്ലാം അദ്ദേഹം കൊണ്ടുവരും. അതുപോലത്തെ ഒരു സിനിമയിൽ നിന്ന് അദ്വൈതം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ, നേരത്തെ ഈ പറഞ്ഞ പോലെ കോട്ടയം കുഞ്ഞച്ചനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ഒരു മികച്ച 10 കഥാപാത്രം എടുക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അതിൽ അദ്വൈതവും ഞാൻ പറയും. കാരണം അതൊരു ഗംഭീര സീൻ. അതിലൊരു 2 സീൻ എനിക്ക് എടുത്തു പറയാനുള്ള, ഒന്ന് മോഹൻലാലിന്റെ അച്ഛന്റെ കഥാപാത്രം, പഴയ കാല നടൻ രാഘവൻ. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മകനെ തേടി സഹായം തേടി വരുമ്പോൾ തിരിച്ചൊരു മറുപടി പറയുന്നൊക്കെ ഉണ്ട്. അതിൽ ഒരു നിസ്സഹായാവസ്ഥയും ഒരു ക്രൂരതയും എല്ലാം നിറഞ്ഞ ഒരു ഭാവമാണ് മോഹൻലാലിൻ്റെ. അതുപോലെ തന്നെ ജയറാം മരിച്ച ശേഷം എം ജി സോമന്റെ അടുത്ത് പറയുന്ന ഒരു സീനുണ്ട്. ഇത് തെറി പറഞ്ഞിട്ട് എം ജി സോമനോട് പറഞ്ഞ ഒരു പൊട്ടി തെറിക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് ഇത് രണ്ടും അതൊരു മോഹൻലാൽ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. മമ്മൂട്ടിയൊക്കെ ചെയ്താൽ വേറെ തരത്തിലായിരിക്കും. പക്ഷേ ഇതൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. അതൊരിക്കലും ഒരു ഡയറക്ടർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അത് മോഹൻലാൽ തന്നെ ചെയ്ത് ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അദ്വൈതം എന്ന സിനിമ. പിന്നെ ജയറാം പ്രിയദർശന്റെ ഒരേ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. മോഹൻലാൽ ജയറാം കൂട്ടുകെട്ട് നല്ലൊരു കൂട്ടുകെട്ടാണ്. അതിനുശേഷം നമ്മൾ 2020 ചൈന ടൗണിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു രസമുള്ള കൂട്ടുകെട്ടായിരുന്നു. അത് അദ്വൈതത്തിലും ജയറാമിന് നല്ലൊരു വേഷം തന്നെയാണ് കിട്ടിയത്. പിന്നീട് ഒരു പ്രിയദർശന സിനിമയൊന്നും ജയറാമിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ യോധയിൽ ആ സിനിമ എടുത്ത് നോക്കിയാൽ പ്രഗത്ഭരാണ്.
സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ, എ ആർ റഹ്മാൻ, എഡിറ്റർ ശ്രീകർ പ്രസാദ്, എല്ലാ പ്രഗത്ഭരാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എ ആർ റഹ്മാൻ, റോജയും യോധയും ഒക്കെ ഒരേ സമയത്താണല്ലോ എ ആർ റഹ്മാന്റെ ഒരു തുടക്കകാലത്തുള്ള സിനിമകളാണ്. ഗംഭീര സിനിമയാണ്. യോധയെക്കുറിച്ച് നമ്മളൊന്നും പറയേണ്ട. ഒരുപക്ഷെ മോഹൻലാലാണോ ജഗദീഷ് ശ്രീകുമാറാണോ കലയ്ക്ക് എന്നുള്ളതിന് ഒരു തർക്കം മാത്രമേ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ യോധയും ആ ഒരു ഓണത്തിന് ഇറങ്ങിയ സിനിമ. അപ്പോൾ മമ്മൂട്ടിക്കും 2 സിനിമയായി, മോഹൻലാലിനും 2 സിനിമയായി. പിന്നെ മുരളി ആ വർഷം 92 ഫെബ്രുവരിയിൽ റിലീസായ ആധാരം എന്നൊരു സിനിമയിലൂടെയാണ് മുരളി ഒരു നായകനായിട്ട് ഒരു മാർക്കറ്റ് വാല്യൂ. ആധാരം ഭയങ്കര സർപ്രൈസ് ഹിറ്റായ ഒരു സിനിമയായിരുന്നു. ആ ഒരു ലോഹിദാസിന്റെ ഒരു സ്ക്രിപ്റ്റ്, അത് എന്താ പറയുക, അത് പണ്ട് മമ്മൂട്ടിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കഥയായിരുന്നു അത്. പിന്നീട് അത് മാറി മറിഞ്ഞാണ് മുരളിയിലേക്ക് എത്തിയത്. കിരീടമുണ്ണിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജോർജ് ഗിത്തു അസിസ്റ്റന്റായി അസോസിയേറ്റ് ആയിരുന്നു ഫേമസ് ആയിട്ട്. അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് ഇദ്ദേഹം കൊടുത്താണ്, ലോഹിദാസ് കൊടുത്താണ്. അതോടുകൂടി മുരളിക്ക് കുറെ നായകതുല്യമായിട്ടുള്ള വേഷങ്ങൾ കിട്ടി. അങ്ങനെ ആ ഒരു ഓണത്തിന് മുരളി നായകരുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. സിബിമലയിൽ ലോഹിദാസ് കൂട്ടിട്ടുണ്ട് വളയം. ആധാരം പോലെ ഒരു വൻ വിജയമല്ല, പക്ഷെ അതും നല്ലൊരു വിജയമായ സിനിമയായിരുന്നു. മനോജ് കെ ജയൻ അതിൽ വില്ലൻ, അത് ഗംഭീരമായിട്ട് മനോജ് കെ ജയൻ ചെയ്തിട്ടുണ്ട്. അതിൽ പാർവതി ഉണ്ട്, കുറെ താരങ്ങളുണ്ട്. ബിന്ദു പണിക്കരുടെ തുറക്കാലത്തുള്ള സിനിമയാണ്. ഗംഭീരമായിട്ട് ബിന്ദു പണിക്കർ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്. ഒടിൽ ഉണ്ണികൃഷ്ണൻ്റെ ഒരു അതിഗംഭീര ഒരു സീനൊക്കെ ഉണ്ട്. ഒടിൽ ഉണ്ണികൃഷ്ണ മകള് മരിച്ച ശേഷമുള്ള ഒരു വല്ലാത്തൊരു സീനാണ് അത്. ഒടിൽ ഉണ്ണികൃഷ്ണൻ മുരളിയും കൂടിയുള്ളതൊക്കെ പലരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു സീൻ മാത്രം ഒന്ന് എടുത്ത് കാണണം. വളയം ആ ഒരു ഓണത്തിന് ഇറങ്ങിയ സിനിമയാണ്. പിന്നെ പണ്ടൊരു രാജകുമാരി, അന്നത്തെ ലോ ബഡ്ജറ്റ് സിനിമകൾ ചെയ്തിരുന്ന, ലോ ബഡ്ജറ്റ് മാത്രമല്ല സ്റ്റാർ പടം ചെയ്തിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് സിനിമകളാണ് കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വിജി തമ്പിയുടെ പണ്ടൊരു രാജകുമാരി, അതിൽ ജഗദീഷും അഞ്ചും ഒക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ അത് കുറെ മുമ്പ് കണ്ടിട്ടുള്ള സിനിമയാണ്. ഇപ്പൊ എനിക്ക് ഏകദേശം കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഊട്ടിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. നെടുമുടി വേണു പറഞ്ഞ ഒരു ത്രെഡിന്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ അന്ന് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പൂച്ചയ്ക്കാര് മണി കിട്ടും, മറ്റൊരു ഹിറ്റ് ഡയറക്ടർ തുളസിദാസ് അന്ന് മോഹൻലാലിനെ ആലോചിച്ചിരുന്ന ഒരു കഥയായിരുന്നു ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് മുകേഷിലേക്ക് എത്തിയത്. മുകേഷ് സിദ്ദിഖ് കോമ്പോയിലുള്ള സിനിമ രണ്ടും, മുകേഷാണ് നായകനെങ്കിലും സിദ്ദിഖും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. അതിൽ ലക്ഷ്മി അതിന്റെ മുത്തശ്ശിയായിട്ട് നല്ല രസമുള്ള സിനിമ. നമ്മൾ ഈ ആൾമാറാട്ട കഥകൾ എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ നല്ല രസമുള്ള സിനിമകൾ ഒരു സിനിമയായിരുന്നു. ഒരു സൈനുദ്ദീൻ ഉണ്ട്, കൽപ്പനയുണ്ട്, മാളാരവിന്ദൻ ഉണ്ട്, കുറെ പേരുണ്ട് ആ സിനിമയിൽ. KP സിനിമ നല്ല രസമുള്ള സിനിമയാണ്. ജനാർദ്ദനൻ, സുനീത, ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഒരു 50% ആ ഒരു സിനിമ സമയം. നെടുമുടി വേണുവിന്റെ ഒരു സ്വാമി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും സിനിമയാണ് ആ ഒരു ഓണത്തിന് ഇറങ്ങിയത്. അതിലൊരു വിന്നർ എന്ന് പറയുന്നത് പപ്പയുടെ സ്വന്തം അപ്പൂസ് തന്നെയായിരുന്നു. ആ വർഷവും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു. കുറെ സിനിമകളുണ്ട് ആ വർഷം. വിയറ്റ്നാം കോളനി, പിന്നീട് ഈ ഫാസിലിന്റെ തന്നെ ശിഷ്യൻ വിയറ്റ്നാം കോളനി ഇറക്കിയ ശേഷം എനിക്ക് തോന്നുന്നു പപ്പയുടെ സംഭവത്ത് അപ്പൂസിന്റെ എന്തോ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ പണ്ട് വായിച്ചത് ഓർമ്മയുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസ് തന്നെയായിരുന്നു വിന്നർ. പിന്നെ എനിക്ക് തോന്നുന്നു അദ്വൈതവും യോധയും വെച്ച് നോക്കുമ്പോൾ അദ്വൈതമാണ് അന്ന് കൂടുതൽ ഹിറ്റായിട്ടുള്ളത്. യോധ അന്ന് അങ്ങനെ വലിയൊരു വിജയമല്ല. പിന്നീടാണ് യോധ ശരിക്കൊരു എന്താ പറയുക, ഒരു ആളുകളുടെ ഇടയിൽ ഒരു ഇഷ്ട സിനിമയായി മാറിയതൊക്കെ പിന്നീടാണ് ശരിക്കും. പിന്നെ വളയവും വിജയിച്ചൊരു സിനിമയാണ്. പൂച്ചയ്ക്കാരും മണി കിട്ടും വിജയിച്ചൊരു സിനിമയാണ്. ഇത് രണ്ടും അതിൻ്റെതായ ഒരു ഓഡിയൻസ്, കൂടുതൽ B ക്ലാസ് C ക്ലാസ് തിയേറ്റേഴ്സിലാണ് അത് കൂടുതൽ വർക്കായിട്ടുള്ളത്. നല്ല 2 സിനിമകൾ തന്നെയായിരുന്നു അത് രണ്ടും അന്ന് പ്രൊഡ്യൂസേഴ്സിന്റെ ലാഭം കിട്ടിയ സിനിമയാണ്. അപ്പൊ പണ്ട് രാജകുമാരി എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയൊരു ലാഭമല്ല. എനിക്ക് ഒരു കളക്ഷന്റെ കാര്യം അറിയില്ല. അത് ഈ സിനിമകളെ കാട്ടാക്കാത്ത താഴെയായിരുന്നു അതിന്റെ ഒരു സ്ഥാനം അന്ന്. കിഴക്കൻ പത്രോസും നല്ലൊരു ഇനീഷ്യൽ കളക്ഷൻ കിട്ടി, പക്ഷെ അതൊരു ആവറേജിൽ ഒതുങ്ങിപ്പോയി തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പപ്പയുടെ സ്വന്തം അപ്പൂസും യോധയും അദ്വൈതത്തിന്റെ ഇടയിൽ പിന്നെ ഓഗസ്റ്റ് അവസാനം ഇറങ്ങി ഈ മറ്റ് സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ച ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിൽ കുറച്ചൊരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതില് കിഴക്കൻ പത്രോസ് ഞാൻ തിയേറ്റർ കണ്ട ഓർമ്മയുണ്ട്. തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ്. യോധ തിയേറ്റർ കണ്ടിട്ടുണ്ട്, തൃശ്ശൂർ ജോസ് തിയേറ്ററാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് രാമദാസ് തിയേറ്ററാണ്. അതും ഒന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇപ്പൊ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. അദ്വൈതം രാഗം തിയേറ്ററിലാണ് അന്ന് ഇറങ്ങിയത് തൃശ്ശൂർ. പക്ഷെ ഞാനത് തിയേറ്ററിൽ കണ്ടിട്ടില്ല, വലിയൊരു കാസ്റ്റാണ് കണ്ടിരിക്കുന്നത്. പിന്നെ പൂച്ചക്കാരി മണി കിട്ടും അന്ന് ഇതുപോലെ സ്വപ്ന തിയേറ്ററിലാണ് അത് റിലീസായത്. പക്ഷെ ആദ്യം കിഴക്കൻ പത്രോസും പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പൂച്ചക്കാരി മണി കിട്ടും 2-3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത്. വളയം എനിക്ക് ഓർമ്മയില്ല തിയേറ്ററിൽ ഇറങ്ങിയത്. വളയവും പൂച്ചക്കാരി മണികൂട്ടൊക്കെ പിന്നീട് TV-യിലാണ് കണ്ടിട്ടുള്ളത്. പണ്ട് രാജകുമാരി എപ്പോഴോ TV-യിൽ കണ്ടിട്ടുണ്ട്, പിന്നെ കണ്ടതായിട്ട് ഓർമ്മയില്ല. പൂച്ചക്കാരി മണികൂട്ടും ഞാൻ ആദ്യമായിട്ട് ദൂരദർശനിലാണ് കാണുന്നത്. അന്ന് ദൂരദർശനിൽ ഞായറാഴ്ച സിനിമ ഇടുമല്ലോ, അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് പലപ്പോഴായിട്ട് പൂച്ചക്കാരി മണികൂട്ടും കണ്ടിട്ടുണ്ട്. വളയവും അതുപോലെ തന്നെ ഒരിക്കൽ TV-യിൽ വന്നപ്പോഴാണ് കണ്ടിട്ടുള്ളത്, പിന്നീട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഓണം സീസണിലെ എൻ്റെ അറിവുകളും എൻ്റെ എക്സ്പീരിയൻസുകളും. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക.